സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വാട്ടറിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ അത് പഠിക്കണമെങ്കിൽ കുറച്ച് ബേസിക് നമുക്ക് അറിയണം. സോ അത് ഫസ്റ്റ് പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഏതൊരു ലിക്വിഡിൻ്റെയും വോളിയം കൂടും. അത് വാട്ടർ ആണെങ്കിലും എന്താണെങ്കിലും. സോ ടെമ്പറേച്ചർ കൂടിയാൽ ഒരു ലിക്വിഡിൻ്റെ വോളിയം കൂടും. നമ്മളത് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുക. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പം എന്ത് സംഭവിക്കും? ആ ഒരു വാട്ടറിൻ്റെ വോളിയം കൂടും. ഇനി ഇവിടെ നോക്ക്, നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷനാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ വോളിയം കൂടുകയാണെങ്കിൽ ഡെൻസിറ്റി കുറയും. ടെക്നിക്കലി വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പം വെള്ളത്തിൻ്റെ വോളിയം കൂടും. വെള്ളത്തിൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കുറയണം. എന്നാൽ നമ്മൾ വെള്ളത്തെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കുമ്പം ടെമ്പറേച്ചർ കൂടും, പക്ഷേ വെള്ളത്തിൻ്റെ വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു സെൽഷ്യസിൽ മാത്രം. അത് 5 സെൽഷ്യസിന് മുകളിലേക്ക് പോകുമ്പം ഇതേപോലെ തന്നെ വോളിയം കൂടും, ഡെൻസിറ്റി കുറയും. പക്ഷേ ഈ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ വെള്ളത്തെ ചൂടാക്കുമ്പം അതിൻ്റെ വോളിയം കൂടുന്നതിന് പകരം കുറയുകയും ഡെൻസിറ്റി കുറയുന്നതിന് പകരം കൂടുകയും ചെയ്യും. ആ ഒരു കേസിൽ ഈ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കേസിൽ വെള്ളം എന്ത് ഒബേ ചെയ്യില്ല? ഈ ഒരു റൂൾ ഒബേ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവുക 4 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ഈ ഒരു കേസിൽ 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ വെള്ളത്തെ ചൂടാക്കുമ്പം വെള്ളത്തിൻ്റെ വോളിയം കുറഞ്ഞിട്ട് ഡെൻസിറ്റി കൂടുന്ന ഈ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്.